വെൽക്കം ബാക്ക് സിനിമ വാർത്താ മലയാളം. ഇന്നത്തെ ചില സിനിമ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആട് 3 ചിത്രത്തിൻ്റെ 12 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം വേൾഡ് വൈഡ് 112.79 കോടിയാണ് നേടിയത്. കേരളത്തിൽ നിന്നും 45.18 കോടിയും കർണാടകത്തിൽ നിന്നും 3.52 കോടിയും തമിഴ്നാട്ടിൽ നിന്നും 1 കോടിയും നേടി ചിത്രം തെലങ്കാന സ്റ്റേറ്റിൽ നിന്നും 33 ലക്ഷം രൂപയാണ് നേടിയത്. ടോട്ടൽ ഡൊമസ്റ്റിക്കിൽ നിന്നും 51.39 കോടി നേടിയ ചിത്രം ഓവർസീസിൽ നിന്നും 61.40 കോടിയാണ് നേടിയത്. വേൾഡ് വൈഡ് 112.70 കോടിയാണ് ഇതുവരെ ചിത്രം കളക്ട് ചെയ്തത്. ജയസൂര്യയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രം കൂടിയാണ് ആട് 3. വാഴ 2 എന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഇന്നലെ ഓപ്പൺ ആയിരുന്നു. ചിത്രം ആദ്യ മണിക്കൂറിൽ 3000-ലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റുപോയത്. ഏപ്രിൽ 2-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കെൻ കരുണാൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രം യൂത്ത് ചിത്രത്തിൻ്റെ 12 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം വേൾഡ് വൈഡ് 12 ദിവസം കൊണ്ട് 54.04 കോടിയാണ് നേടിയത്. ആട് 3, ദുരന്തർ 2 എന്നീ ചിത്രങ്ങളോടൊപ്പം ക്ലാഷ് ആയിട്ടെത്തിയ ചിത്രമാണ് 54 കോടിയിലധികം നേടിയത്. കേരളത്തിൽ നിന്നും 1.04 കോടിയാണ് നേടിയത്. ബുക്ക് മൈ ഷോയിൽ നിന്നും ഏറ്റവുമധികം ടിക്കറ്റുകൾ വിറ്റുപോയ രണ്ടാമത്തെ ബോളിവുഡ് ചിത്രമായി മാറിയിരിക്കുകയാണ് ദുരന്തർ 2. ചിത്രം ഇതുവരെ 13.62 മില്യൺ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റുപോയത്. ഒന്നാം സ്ഥാനത്ത് ദുരന്തർ 1 ആണ്. ജയസൂര്യ നായകനാവുന്ന കത്തനാർ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യുകയുണ്ടായി. ചിത്രത്തിൻ്റെ ട്രെയിലറിന് മികച്ച അഭിപ്രായമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അനുഷ്ക ഷെട്ടിയും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഡിസംബറിലാണ് റിലീസ് ചെയ്യുന്നത്. ടൊവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്യുന്ന പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിൻ്റെ പുതിയൊരു പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ 10-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്.